ഭൂമാഫിയയുടെ കയ്യേറ്റം. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ വഴിയടച്ചുകൊണ്ടുള്ള ഭൂമാഫിയയുടെ പിടിച്ചെടുക്കലിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. LSGD പ്രിൻസിപ്പൽ ഡയറക്ടറോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ വഴി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. 7 ഏക്കറിൽ നിന്ന് ആരംഭിച്ച് 25 ഏക്കറോളം ഭൂമിയാണ് നാട്ടുകാരിൽ സമ്മർദ്ദം ചെലുത്തി റിസോർട്ട് ഉടമകൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 23-ാം വാർഡിലെ 52ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് റിസോർട്ട് മാഫിയയുടെ ഇടപെടലിനെ തുടർന്ന് വഴിയടക്കം ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടമായ സംഭവം ന്യൂസ് 18 ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളും കിടപ്പ് രോഗികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ വഴി നഷ്ടപ്പെട്ട് ഒപ്പം തന്നെ ഇഴജന്തുക്കൾ അടക്കമുള്ള വഴികളിലൂടെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവർക്ക് റോഡോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാൻ ഇവർ റിസോർട്ടിന്റെ ഇടപെടൽ മൂലം തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിനകത്താണ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ 25 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഭീമാകാരമായ മതിലുകൾ ഉയർന്നതോടുകൂടി ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു. അവർക്ക് നേരത്തെ നൽകാമെന്ന് പറഞ്ഞ വഴി റിസോർട്ട് ഏറ്റവും ഒടുവിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുത്ത ശേഷം ആ വഴി നൽകാനായി അതിനായി സ്ഥലം വിട്ടു നൽകാനായി തയ്യാറാകാത്ത അവസ്ഥയാണ്. പല കുടുംബങ്ങളും ആ വീടിനകത്ത് അല്ലെങ്കിൽ ആ 25 ഏക്കറിനകത്ത് സമ്മർദ്ദത്തിലകപ്പെട്ട് ആ ഭൂമി വിറ്റ് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ള തീരദേശവാസികളുടെ നിസ്സഹായ അവസ്ഥയാണ് ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയത്. ഇതിനകത്താണ് പ്രതീക്ഷാവഹമായ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള AITUCയുടെ സംസ്ഥാന അധ്യക്ഷനായ TJ ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് വാർത്തയ്ക്ക് പിന്നാലെ പരാതി നൽകി. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് LSGDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണത്തിന് ഉത്തരവ് നൽകിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ആണ് നൽകിയിട്ടുള്ളത്. അതിനായുള്ള നീക്കുപോക്കുകൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. ഇതിന് പിന്നാലെ അതായത് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ഓഫീസിന്റെ നടപടിക്ക് പിന്നാലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും മാരാരിക്കുളം പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചു. അവരുടെ വിഷയങ്ങളടക്കം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുവി ഒപ്പം തന്നെ മാരാരി ഇൻഫ്ര ബീച്ച് വില്ല പ്രോജക്റ്റ് ഇത്തരത്തിൽ 2 പ്രോജക്റ്റുകളുടെ ഭാഗമായാണ് ആദ്യം 7 ഏക്കർ സ്ഥലം വാങ്ങുകയും പിന്നീട് അത് 25 ഏക്കറിലേക്ക് അവർ വ്യാപിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ അങ്ങനെ 25 ഏക്കറിലേക്ക് ഇത് വ്യാപിപ്പിക്കുമ്പോൾ ആ പ്രദേശത്ത് ആ 25 ഏക്കറിലൂടെ കടന്നുപോയിരുന്ന തദ്ദേശവാസികളായ ജനങ്ങളുടെ വഴികൾ ഉണ്ടായിരുന്നു. ഈ വഴികൾ ഉൾപ്പെടെ ഈ റിസോർട്ട് പണിതുയരുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ അതിർഭാഗത്തായുള്ള തെക്കേ ഭാഗത്ത് വഴി നൽകാം എന്നുള്ള ഉറപ്പാണ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 വർഷക്കാലമായി ജനങ്ങൾ അവരുടെ ഭൂമി വിട്ടു നൽകി. ഒപ്പം തന്നെ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്നും അതിൻ്റെ കിഴക്കേ അതിര് അതായത് ഏറ്റവും പടിഞ്ഞാറേ അതിര് എന്ന് പറയുന്നത് കടലാണ്. അത്തരത്തിൽ ബീച്ച് ഫ്രണ്ടായ ഒരു പ്രോപ്പർട്ടിയാണ് 25 ഏക്കർ വരുന്നത്. ഒപ്പം തന്നെ കിഴക്കേ അറ്റം തീരദേശ ഹൈവേ ആണ്. റോഡ് ആക്സസ് ഏറ്റവും നല്ല ഉള്ള ഭാഗമാണ്. ഈ കിഴക്കേ അതിർഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ 1.5 മീറ്റർ സ്ഥലം വിട്ടു നൽകാനായി തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടിലേക്ക് റിസോർട്ട് ഉടമകൾ മാറിയതോടെയാണ് ജനങ്ങൾ പ്രതിസന്ധിയിലായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവിടെ റോഡ് നിർമ്മിക്കാൻ കഴിയില്ല. പാലങ്ങളുടെ നിർമ്മാണം അവിടെ ആവശ്യമുണ്ട്. ഒപ്പം ഒരു അംഗനവാടിയുണ്ട്. ഒപ്പം കുട്ടികൾക്ക് കടന്നു പോകുന്ന അതായത് ഇപ്പോൾ റിസോർട്ടിനായി 25 ഏക്കർ ആയി അവർ വാങ്ങിയ സ്ഥലം തെളിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിബിഡ വനത്തിൻ്റെ രീതിയിൽ അവിടെ മരങ്ങൾ ഒപ്പം തന്നെ കാട് പിടിച്ചു കിടക്കുന്ന മരങ്ങളും കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയുമാണ്. വിദ്യാർത്ഥികളടക്കം സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതുമൊക്കെ ഈ വഴികളിലൂടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ മറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. റോഡില്ല. കിടപ്പ് രോഗികളായ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. മഴക്കാലമായാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം ദുരവസ്ഥകളാണ് ന്യൂസ് 18 ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഇപ്പോൾ ഒരു പൊതുവഴി എന്നുള്ളത് നൽകാൻ തയ്യാറാവാത്തതിന് പിന്നിൽ ആ പ്രദേശത്തുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെ അവരെ സമ്മർദ്ദത്തിലാക്കിയ പ്രദേശം പൂർണ്ണമായി വിട്ടു നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് റിസോർട്ട് മാഫിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും എത്തി നിൽക്കുന്നു. എന്തായാലും ഇതിനകത്ത് ഊർജിതമായൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇന്നലെ ഉച്ചയ്ക്കോടെയാണ് പരാതി നൽകിയിട്ടുള്ളത്.
അതിന് വൈകിട്ടോടുകൂടി തന്നെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അതിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. TJ ആഞ്ചലോസ് അടക്കമുള്ള CPIയുടെ നേതാക്കന്മാർ ഈ വിഷയത്തിനകത്ത് സജീവമായി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രദേശത്ത് ജനങ്ങളെ ആകെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെയാണ് ആ നീക്കത്തെയാണ് തടയിടുന്നതിന് വേണ്ടി ന്യൂസ് 18 ഈ സംഭവങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ആ വിഷയത്തിനകത്ത് സന്തോഷകരമായ ഇടപെടലുണ്ടാകും. തുടർ ദിവസങ്ങളിലും അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കാനായി ന്യൂസ് 18 കൂടെ ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. CPM സൈബർ ടീമിൽ പൊട്ടിത്തെറി. മുതിർന്ന മാധ്യമപ്രവർത്തകർ ടീം വിട്ടു. KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവരാണ് ഒഴിഞ്ഞത്. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരാണ് മൂവരും. നികേഷിന്റെ ഏകപക്ഷീയമായ നടപടികളിലാണ് അതൃപ്തി. മുഖ്യമന്ത്രിക്കും അതൃപ്തിയുണ്ട്. നികേഷിനെ സംരക്ഷിക്കുന്നത് MV ഗോവിന്ദനാണെന്ന ആക്ഷേപവും ഉയരുന്നു. മാധ്യമപ്രവർത്തകരും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സൈബർ രംഗത്തെ CPM ഇടപെടൽ. സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ വിശദീകരണവും എതിരാളികൾക്കെതിരെയുള്ള ആക്രമണമൊക്കെ നയിക്കുന്നത് MV നികേഷ് കുമാറാണ്. അത് AK സെന്റർ കേന്ദ്രീകരിച്ച് അദ്ദേഹം കുറേ മാസങ്ങളായി പ്രവർത്തിക്കുന്നുമുണ്ട്. AK സെന്റർ കേന്ദ്രീകരിച്ചതിന് വലിയൊരു വിഭാഗം സൈബർ ടീം CPMന് വേണ്ടി രംഗത്തുണ്ട്. അതിലേക്കാണ് ദേശാഭിമാനിയിൽ നിന്നുള്ള മൂന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ എത്തിയത്. പക്ഷേ 3 പേരും ഇപ്പോൾ ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. MV നികേഷ് കുമാറുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഇവർ ഈ സൈബർ ടീം വിട്ടുപോകാൻ കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. നികേഷ് കുമാറിൻ്റെ പല സൈബർ തന്ത്രങ്ങളും പാളിപ്പോകുന്ന വിമർശനം നേരത്തെ CPMനുണ്ട്. ഈ മുതിർന്ന മാധ്യമപ്രവർത്തകരും അത് ആ രീതിയിലാണ് കാണുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിൽ നികേഷ് കുമാറിനും അവമതിപ്പുണ്ടായി. അങ്ങനെയാണ് അവർ 3 പേരും ഇതിൽ നിന്ന് വിട്ടുപോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ സൈബർ രംഗത്തെ CPMന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ പലതും പാളിപ്പോകുന്നുവെന്ന അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലാ ജാഥകളുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണവും അവിടെ ചില തന്ത്രങ്ങളും, നാദാപുരത്തടക്കം ഒരു വൃദ്ധനെ കൊണ്ടുവന്ന പെൻഷൻ കിട്ടിയ തുക പാർട്ടി സെക്രട്ടറി നൽകിയത് PR എക്സസൈസ് ആണെന്ന വിമർശനം CPM നേരിടേണ്ടി വന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ നികേഷ് കുമാറിൻ്റെ ഉപദേശങ്ങൾ പാളിപ്പോകുന്ന വിമർശനം CPMൽ ശക്തമാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംരക്ഷിച്ചു നിർത്തുന്നുവെന്ന വിമർശനവും CPMനുണ്ട്. ഏതായാലും സൈബർ രംഗത്ത് വലിയ പോരാട്ടമാണ് 3 മുന്നണികളും തമ്മിൽ നടക്കുന്നത്. സുനിൽ കനകോലു കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ MV നികേഷ് കുമാർ നേതൃത്വത്തിലാണ് CPM ഇടതുമുന്നണിയുടെ സൈബർ ഇടപെടലുകൾ. അവിടെ എങ്ങനെ മുന്നോട്ട് വരാമെന്ന തീവ്ര ചർച്ചയാണ് ഇപ്പോൾ CPM നടക്കുന്നത്. നികേഷ് കുമാറിൻ്റെ ഈ തന്ത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതിയ ടീമിനെ കൊണ്ടുവരാനുള്ള ആലോചനകളും CPM സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് വിവരം. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനമെന്ന് NIA. ആയുധ പരിശീലനത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ മൊയ്തീൻകുട്ടിയെ ചോദ്യം ചെയ്തതിലൂടെ ലഭിക്കുമെന്നാണ് NIAയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം പിടിയിലായ മൊയ്തീൻകുട്ടിയെ റിമാൻഡ് ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ 10 വർഷത്തോളം ആയുധ പരിശീലകനായിരുന്ന, അത് അവരുടെ മാസ്റ്റർ ട്രെയിനറായി പ്രവർത്തിച്ച വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം NIA നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ മൊയ്തീൻകുട്ടി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അതായത് 100-ലേറെ പേരെ ആയുധ പരിശീലനം നൽകി കേരളത്തിൻ്റെ അടക്കം ദക്ഷിണേന്ത്യയുടെ വിവിധ മേഖലകളിൽ വെച്ച് ആയുധ പരിശീലനം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മാസ്റ്റർ ട്രെയിനറായിരുന്നു ഈ മൊയ്തീൻകുട്ടി. അതുകൊണ്ട് തന്നെയാണ് 3 വർഷം മുമ്പ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ രഹസ്യമായി ഈ നാട്ടിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന മൊയ്തീൻകുട്ടി PFIയെ നിരോധിക്കുന്നതടക്കമുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് ദേശീയ ഏജൻസികൾ കടക്കുന്നതിന് മുമ്പ് തന്നെ പരിശോധനകൾ വ്യാപകമായ ഇടയ്ക്ക് തന്നെ ഇവിടെ നിന്ന് UAEയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. UAEയിൽ ഇയാളെ രഹസ്യമായി താമസിക്കാൻ സഹായിച്ച ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അവിടെ നിന്ന് ഇയാൾക്ക് ലഭിച്ച സാമ്പത്തിക സഹായം കേന്ദ്രീകരിച്ചുമൊക്കെ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ആരാണെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നവർക്ക് 7 ലക്ഷം രൂപയാണ് ഇനം പ്രഖ്യാപിച്ചത് NIA. അതായത് പാരിതോഷികം നൽകുമെന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഈ മൊയ്തീൻകുട്ടിയെ പിടികൂടാൻ സഹായിക്കുന്ന ആളുകൾക്ക് 7 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ച് വലിയ തോതിൽ ഇയാൾക്ക് വേണ്ടി വലവിരിച്ച് അന്വേഷണം നടത്തിയിട്ടും ആദ്യഘട്ടത്തിലൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ചില സൂചനകൾ മാത്രമാണ് ലഭിച്ചത്. ആ സൂചനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് NIA രഹസ്യമായി അന്വേഷണം തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇയാൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ കൊച്ചിയിൽ
വിമാനമിറങ്ങിയ മൊയ്തീൻകുട്ടിയെ അതീവ രഹസ്യമായി NIA കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്, ഈ ആയുധങ്ങൾ വാങ്ങുന്നതിൻ്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നായിരുന്നു, അതോടൊപ്പം ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉൾപ്പെട്ട വിവിധ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. ആ കൊലപാതകങ്ങളിൽ ഇയാൾ ട്രെയിനിങ് നൽകിയ, മൊയ്തീൻകുട്ടി ട്രെയിനിങ് നൽകിയ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നാണ് NIA വ്യക്തമാക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമായി കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനകൾ പല ഘട്ടങ്ങളിലായി EDയും അതോടൊപ്പം NIAയും ഒക്കെ വ്യാപകമായി തന്നെ നടത്തിയത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അതോടൊപ്പം ഈ സ്ലീപ്പിംഗ് സെല്ലുകളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുന്നതിനുമായിട്ടായിരുന്നു ഈ പരിശോധനകൾ നടന്നത്. അതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ് മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് ഈ പണം സമാഹരിച്ചുകൊണ്ട് ഈ രഹസ്യമേവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരാൻ ഈ അറസ്റ്റിലൂടെ കഴിയുമെന്ന വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കഴിയുമെന്ന വിലയിരുത്തലാണ് ദേശീയ അന്വേഷണ ഏജൻസി. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. ശശിയെ നീക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാജിയെന്നാണ് സൂചന. PK ശശി നാളെ മാധ്യമങ്ങളെ കണ്ടേക്കും. UDFിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. ഷൊർണൂർ മുൻ MLA ആയിരുന്ന ശശിയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേട് ഉണ്ടായെന്നുള്ള ആരോപണങ്ങളടക്കം ഉയർന്നതിനെ തുടർന്നായിരുന്നു പാർട്ടിയുടെ നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവും തൃപ്പൂണിത്തുറ MLAയുമായ K. ബാബു. വ്യക്തിപരമായ കാരണങ്ങളാണ് തീരുമാനം. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ബാബു പറഞ്ഞു. മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം കണ്ടെത്തുമെന്നും മണ്ഡലത്തിൽ താൻ ഒരാളുടെ പേരും പ്രത്യേകം നിർദ്ദേശിക്കില്ലെന്നും ബാബു വ്യക്തമാക്കി. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എന്നത് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അടയാളമായിരുന്നു. അവിടെ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് K. ബാബു എന്നൊരാൾ അവിടേക്ക് UDFിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി കടന്നു വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നീണ്ട വർഷങ്ങൾ പിന്നിടുന്നു. 35ഓളം വർഷങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുമ്പോൾ 6 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും 1 മാത്രം പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീടും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തീർത്തും പുതുമയാർന്നൊരു പ്രഖ്യാപനം കോൺഗ്രസിൽ തന്നെ എടുത്തു പറയാം നടത്തിയിരിക്കുന്നു. താൻ ഇനി ഈ പാർലമെന്ററി മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണ്, പുതിയ തലമുറ വരട്ടെ എന്ന് പറയുന്നു. അദ്ദേഹം ബാബു ചേട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. അത്ര പരിചിതമല്ലാത്തൊരു പ്രഖ്യാപനം ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ നടത്തുന്നത് വ്യക്തിപരമാണോ? എന്താണ് അതിന്? അല്ല, എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്ത് ഇല്ല എന്ന് പറഞ്ഞത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൊരു പ്രത്യേകത, പാർട്ടി നേതൃത്വം എന്നിൽ നല്ല വിശ്വാസം അർപ്പിച്ചിരുന്നു. പാർട്ടി നേതൃത്വം എല്ലാ നേതാക്കന്മാരും എന്നിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ജനങ്ങളുടെ ഇടയിലും ഞാൻ മത്സരിക്കാൻ എന്നതിനകത്ത് ഒരു ഭൂരിപക്ഷം യോജിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായ അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. എൻ്റെ അസൗകര്യം എന്താണെന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലേ? തീർച്ചയായിട്ടും. തൃപ്പൂണിത്തുറയിൽ വരുമ്പോൾ കഴിഞ്ഞ തവണ ഒരു തവണ പരാജയപ്പെടുമ്പോൾ വീണ്ടും ഒരു ആത്മവിശ്വാസത്തോടെ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. പക്ഷെ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നു എന്നൊരു തോന്നൽ എല്ലാവരിലും തന്നെ വളരുന്നുണ്ട്. കാരണം BJP അവിടെ ഒരു ശക്തിയായിട്ട് മാറും. പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിലേക്കെല്ലാം നഗരസഭാ ഭരണത്തിലേക്കെല്ലാം തന്നെ വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് വളരെ പരിചയസമ്പന്നരായ താങ്കളുടെ ഒരു പിന്മാറ്റം വരുന്നത്. എങ്ങനെയാണ് BJPയുടെ വളർച്ച? കേരളത്തിൽ പൊതുവെ BJP ഗ്രാജുവലായിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFനാണ് വിജയസാധ്യതയുള്ളൂ. CPMും കോൺഗ്രസും തമ്മിൽ തന്നെയാണ് മത്സരം ഉണ്ടാവുകയുള്ളൂ. അവിടെ BJPക്ക് അവർക്ക് കുറച്ച് വോട്ടൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും. അവിടെ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കൊരു അസംബ്ലി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പിന്തുണ അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുണ്ടാകുകയില്ല. തുടർച്ച തൃപ്പൂണിത്തുറയിലുണ്ടാവും UDF? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണ് അവസാനമായിട്ട് തൃപ്പൂണിത്തുറക്കാരോട് പറയാനുള്ളത്? അല്ല, ഞാൻ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ അവിടുത്തെ MLA ആയിരുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധു പോലെയായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും ബന്ധമുള്ള ഒരാളായിരുന്നു. അവരുടെ MLA ആയിട്ടോ അല്ലെങ്കിൽ സാറായിട്ടോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവരെയും കണ്ടിട്ടില്ല.
എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമായിരുന്നു. അതാണ് എനിക്ക് എന്നും ഓർത്തു വയ്ക്കാനുള്ള ഒരു കാര്യം. ഏതായാലും വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഒരു പടിയിറക്കം പൂർത്തിയാകുകയാണ്. പകരക്കാരനെ നിർദ്ദേശിക്കുന്നില്ല എങ്കിലും UDF കോൺഗ്രസ് തന്നെ മണ്ഡലത്തിൽ വീണ്ടും വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 8. സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ 2020-ൽ ചേരും. ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ 2020 കോർഡിനേറ്റർ സാബു M. ജേക്കബ് അഖിലിന് അംഗത്വം നൽകും. കൊട്ടാരക്കര സീറ്റിൽ അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടത്തിയ ശേഷമാണ് അഖിൽ മാരാർ 2020-ൽ ചേരുന്നത്. BJP-യിലേക്ക് എന്നുള്ള സൂചനയും ഇന്നലെയാണ് ബാദുഷ, പ്രൊഡക്ഷൻ കൺട്രോളർ നിർമ്മാതാവ് ബാദുഷ ഇപ്പോൾ BJP-യിലേക്ക് എന്ന സൂചനയും നൽകുന്ന പശ്ചാത്തലമുണ്ട്. കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് ബാദുഷ. ദേശീയ രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ചകൾ നടക്കുന്നുവെന്നും വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും ബാദുഷ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇങ്ങനെ പല സ്ഥലത്തുനിന്നായി കേൾക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് കുടുംബത്തിലുള്ള അംഗമാണെന്ന് അറിയാം. എന്താണ് വീണ്ടും ഒരു സജീവ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു? ഞാൻ ഉടനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ വാപ്പ എന്ന് പറയുന്നത് അരൂർ മണ്ഡലം പ്രസിഡന്റ്, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി ജീവിച്ച മനുഷ്യരുടെ വ്യക്തിയാണ് എൻ്റെ വാപ്പ. ഏറ്റവും ദീർഘകാലം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്ന് AK ആൻ്റണി സാറിനൊക്കെ അറിയാമെങ്കിൽ അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. ചന്ദ്രൂര് വെളുത്തുള്ളി സമരം എന്ന് പറഞ്ഞൊരു സമരം ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ നേതൃത്വത്തിൽ നിന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് ആയിരുന്ന AK ആൻ്റണി സാറിന് ഉൾപ്പെടെ ഇവിടെ ആ ഒരു വിഷയത്തിൽ പങ്കാളിയാക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഉൾപ്പെടെ പ്രശസ്തിയിലോട്ട് കൊണ്ടുവന്നൊരു വ്യക്തിയുടെ ഭാഗമാണ്. പക്ഷെ അത് കോൺഗ്രസ്സുകാർക്ക് പോലും പറയണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരു കോൺഗ്രസ് ഇതിൽ നിന്ന് വന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആലപ്പുഴ അന്ന് വയലാവരി സാറിൻ്റെ കൂടെ MK അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഞാനന്ന് യൂത്ത് കോൺഗ്രസിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ എല്ലാവരും മറന്നുപോയി. നമ്മളിപ്പോൾ സിനിമയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ രാഷ്ട്രീയമില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു ദേശീയ രാഷ്ട്രീയത്തിലോട്ട് ഞാൻ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. BJP ആണെന്ന് അത് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. അതിനൊക്കെ എനിക്ക് കുറച്ച് സമയം വേണം. ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല, ചർച്ചകൾ മാത്രമേ ഉള്ളൂ. വാപ്പയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിന് തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമ തിയേറ്റർ ഫണ്ട്. വാപ്പയാണ് ചന്ദ്രൂര് ഏറ്റവും ആദ്യമായിട്ട് തിയേറ്റർ തുടങ്ങുന്നത്. ചന്ദ്രൂർ സെലക്ട് എന്ന് പറഞ്ഞ തിയേറ്റർ. വാപ്പയുടെ തിയേറ്ററിൽ പോയിരുന്ന സിനിമയൊക്കെ കണ്ടാണ് എൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറയുന്ന അതിലോട്ട് കയറാനൊരു പ്രചോദനം ഉണ്ടായിരുന്നത്. അന്ന് അത് നമുക്ക് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും. പിന്നെ ടാക്കീസ് ശരിക്കും പറഞ്ഞാൽ A ക്ലാസ്, B ക്ലാസ് ടാക്കീസ് ആണ്. അത് മെയിൻ എറണാകുളത്തൊരു തിയേറ്റർ റിലീസ് ചെയ്ത രണ്ടാമത്തെ ആഴ്ച മുതൽ വരുന്നത് ഇങ്ങനെയുള്ള C ക്ലാസ് ആണ്. അവിടെ അന്ന് C ക്ലാസ്, A ക്ലാസ് ഒന്നും വേർതിരിവില്ല. ഒരു ടാക്കീസ് ഓല തിയേറ്റർ. അവിടെ നിന്നാണ് ഈ അഭിനയ മോഹമൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ വാപ്പയ്ക്ക് തന്നെ റേഷൻ കട ഉണ്ടായിരുന്നു. റേഷൻ കടയുടെ ചുമതലയൊക്കെ ഇടയ്ക്ക് നോക്കിയിരുന്നു. അങ്ങനെ ഉണ്ടോ? വാപ്പ നടത്തിയിരുന്ന റേഷൻ കട എന്ന് പറയുന്ന മമ്മൂക്കാടെ ഉമ്മയുടെ ഫാദർ നടത്തിയിരുന്ന റേഷൻ കട വാപ്പ ഏറ്റെടുത്തിട്ടാണ് നടത്തുന്നത്. ആ റേഷൻ കട പിൽക്കാലത്ത് വാപ്പ ഹജ്ജിന് പോയ ശേഷം വാപ്പ ഈ റേഷൻ കട ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ ആരെങ്കിലും ഏറ്റെടുക്കണം, മക്കളാരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ആ റേഷൻ കട ഏറ്റെടുത്ത് ഒരു ബിസിനസ് പശ്ചാത്തലം ഉണ്ട് കുടുംബത്തിന്. പണ്ട് മുതലേ ഒരു ബിസിനസ്. ഞങ്ങളങ്ങനെ പിന്നെ ഭീകര ബിസിനസ് പശ്ചാത്തലം തന്നെയാണ്. സാധാരണ കുടുംബമായിട്ട് തന്നെ വീഴുന്നത്. യശങ്ങൾ ഒരിക്കലും ബിസിനസ് അല്ലോ, സേവനമല്ലേ. സേവനം എന്ന് പറയുന്ന ഞാൻ ഒരു കാര്യം പറയാം. അന്നത്തെ ഈ കാലത്ത് നമ്മുടെ ഈ മേഖല എന്ന് പറയുക ചെമ്മീൻ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് ചന്ദ്രൂർ. അപ്പൊ അവിടെയൊക്കെ വാപ്പ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ അദ്ദേഹം കട കൊടുക്കും. ശനിയാഴ്ച ഇറക്കി അവർക്ക് ചെമ്മീൻ്റെ മറ്റേ ഷെഡിൽ നിന്ന് അവർക്കെല്ലാം പൈസ കിട്ടുന്നു. ഈ പൈസ കൊണ്ടുവന്ന് അവരെല്ലാം ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു അങ്ങനെ കുടിശ്ശിക ആഴ്ചയിൽ തീർക്കുന്ന ഒരു സമ്പ്രദായം വരെ കൊണ്ടുവന്നത് എന്റെ വാപ്പയാണ് നടത്തിയത്. അത് ഞാൻ തുടർന്നു കൊണ്ടുപോയിട്ടുണ്ട്.
തന്റെ ഭാര്യ നിഷ പാലയിൽ മത്സരിക്കുമെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു രോഗമാണെന്ന് ജോസ് കെ മാണി. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിഷയുടെ പേര് പ്രചരിപ്പിക്കും. ഇതെല്ലാം ഒരു നറേറ്റീവാണ്. UDFന്റെ ബാർ നയത്തിൽ ഒരു മാറ്റവും ഇടത് സർക്കാർ വരുത്തിയിട്ടില്ല. ടൂറിസത്തിന് കാര്യമായ പ്രാധാന്യമുള്ളതിനാൽ മദ്യനിരോധനത്തിലേക്ക് പോവുക എളുപ്പമല്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാലായിലെ സ്ഥാനാർത്ഥി ജോസ് കെ മാണി തന്നെ ആകുമെന്ന് റോഷി അഗസ്റ്റിനും പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റോഷി ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് പിന്നിൽ മറ്റു ചില നാടകീയ നീക്കങ്ങളാണ്. പ്രത്യേകിച്ച് നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുന്നത്. ചില മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളും ഇത് വാർത്തയാക്കി നൽകിയിരുന്നു. ഇതിനെതിരെയാണ് അതിരൂക്ഷ വിമർശനവുമായി ഫലത്തിൽ ജോസ് കെ മാണി രംഗത്തെത്തുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും നിഷയുടെ പേര് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു രോഗമാണ്, ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന കടുത്ത ഭാഷയിലാണ് ജോസ് കെ മാണി പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ ഉള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ നടത്തുന്നത്. തനിക്ക് ഈ വിഷയത്തിൽ നിഷേധിച്ച് തനിക്ക് ആരോഗ്യമില്ല ഇനിയും നിഷേധിക്കാൻ എന്നുകൂടി ജോസ് കെ മാണി ചേർത്ത് പറയുകയാണ് ചെയ്തത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു രോഗമാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കാലവും രാജ്യസഭ ഇലക്ഷൻ വരുമ്പം നിഷ മത്സരിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിയമസഭ വന്നപ്പോൾ നിയമസഭ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണ് മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിശ്ചയിച്ച് മടുത്തു. ഇനി നിഷേധിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഇനി നിങ്ങൾ വല്ലതും മാറ്റി എന്തെങ്കിലും പിടിക്കും, അതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾക്ക് ഇത് കണ്ടില്ല, അതാണ് ഞാൻ പറഞ്ഞു അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊരു ഭാഗമുണ്ടാവും, ഒരു നരേറ്റീവ്, അടുത്ത നരേറ്റീവ് കൊണ്ടില്ല. എന്തായാലും മദ്യനയം ഒരു പരിധിവരെ, മദ്യനയത്തിൽ ഉണ്ടായിരിക്കുന്ന സമയക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് കേരള കോൺഗ്രസ് എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് സഭകൾ ഏതാണ്ട് എല്ലാം തന്നെ ഇതിനെതിരെ അതിശക്തമായ നീക്കവുമായി രംഗത്ത് വന്നു. സർക്കാർ ഈ നയം മാറ്റണം എന്ന നിലപാടെടുത്തു. പക്ഷേ ജോസ് കെ മാണി ഇന്ന് ഫലത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനൊരു നയത്തിലൊരു മാറ്റവും UDFും LDFും തമ്മിൽ ഉണ്ടായിട്ടില്ല. ചട്ടങ്ങൾ മാറ്റി ചില സമയക്രമീകരണം ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. ചില വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, അത് മാറ്റുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് UDFനെ കൂടി ചേർത്ത് വെച്ച് അതിനൊരു മറുപടി നൽകാനാണ് ജോസ് കെ മാണി തയ്യാറായത്. ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ UDFന്റെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റം, എന്താണ് UDFന്റെ എക്സൈസ് നയത്തിൽ ഉണ്ടായിരുന്നത്, അതിനകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെയുള്ളത് അതിൻ്റെ ചട്ടങ്ങളിൽ ഒരു ക്രമീകരിച്ചു എന്ന് കുറച്ച് വിവേചനങ്ങളുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സമയമുണ്ട്, മറ്റ് സ്ഥലത്ത് സമയമില്ല. അത് കൂടുതലായിട്ടുള്ള അതൊന്ന് ക്രമീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമാണ്. അല്ല, അതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ക്രമീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഏതൊക്കെയാലും നമുക്കറിയാം, ഓരോ ഈ പറയുന്ന ഏത് സംസ്ഥാനങ്ങളെടുത്ത് അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള നിരോധനത്തിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു വിവേചനം ഉണ്ടായിരുന്നത് വളരെ കൃത്യമായി അതിനെ ഒന്ന് ക്രമീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. എന്തായാലും ഭിന്നശേഷി അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ വീണ്ടും ഒരു പ്രതികരണം ഉണ്ടായത് ഇങ്ങനെ വീണ്ടും ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും UDFനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് UDFനോട് കൂടി ആലോചിച്ചാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള പ്രശ്നം കുറച്ച് തണുപ്പിക്കുക. അതായത് തങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഭാഗം, UDFന്റെ ഭാഗത്തു നിന്നും ഒരു കടുത്ത എതിർപ്പൊന്നും ഉണ്ടാകുന്നില്ല എന്നതുകൂടി ഫലത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയം തണുപ്പിക്കാനുള്ള ശ്രമമാണ് ജോസ് കെ മാണി നടത്തുന്നത്. അങ്ങനെ തങ്ങൾക്ക് നേരെ ഒരുപക്ഷെ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ രോഷം അത് ഒന്ന് ആറിക്കാനുള്ള ശ്രമം കൂടി ജോസ് കെ മാണി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പാലായിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. മുന്നണി മാറ്റം ആവശ്യമില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാർട്ടിക്ക് ആവശ്യമുള്ള പരിഗണന കിട്ടുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ സ്വാഭാവികമായും ആവശ്യപ്പെടും. താൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ചില തീരുമാനങ്ങൾ ചില സമയത്ത് എടുക്കും. KK രമയ്ക്ക് പിന്നാലെ രക്സാക്ഷി കുടുംബത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നിർണായക നീക്കവുമായി കോൺഗ്രസ്. ശരത് ലാലിന്റെ സഹോദരി അമൃതയെ പരമ്പരാഗത CPM മണ്ഡലമായ ഉദുമയിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകങ്ങൾ വീണ്ടും രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പെരിയ ഇരട്ട കൊലപാതകം നടക്കുന്നത്.
അതിന് പിന്നാലെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം ഈ കേസിൽ പ്രതികളാകുന്നു. ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBI-യും കേസ് അന്വേഷിക്കുന്ന സാഹചര്യം. അങ്ങനെ 24 പ്രതികളുള്ള ഒരു കേസായി അത് മാറുന്നു. വലിയ തരത്തിൽ രാഷ്ട്രീയമായ കോളിളക്കങ്ങൾക്ക് വഴിവെക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF വലിയൊരു വിജയം അന്ന് ഉണ്ടാക്കിയെടുത്തത്. അതിൽ ഈ പെരിയ ഇരട്ട കൊലപാതകം രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതിൽ വലിയ നേട്ടം UDF-ന് അന്ന് ഉണ്ടായി എന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അത് തന്നെ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് TPക്ക് പിന്നാലെ, അതായത് TPയുടെ രക്തസാക്ഷിത്വത്തിന് പിന്നാലെ രമയെ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി അവതരിപ്പിക്കുകയും അങ്ങനെ CPM-നെതിരെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ളൊരു മുഖമായി KK രമയെ ഉയർത്തിക്കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് സമാനമായ തരത്തിൽ പെരിയ ഇരട്ട കൊലപാതകത്തിൽ രക്തസാക്ഷികളായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബാംഗങ്ങളെ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ശരത് ലാലിൻ്റെ സഹോദരി അമൃതയിലേക്ക് ആ പേര് എത്തി നിൽക്കുന്നത്. അമൃതയെ ഉദുമയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള അണിയറ ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1987-ൽ KP കുഞ്ഞിക്കണ്ണനാണ് അവസാനമായി ഉദുമയിൽ നിന്ന് ജയിച്ചു വന്ന ഒരു UDF-ന്റെ സ്ഥാനാർത്ഥി. അതിനുശേഷം 7 തെരഞ്ഞെടുപ്പുകൾ നടന്നു. 7 തെരഞ്ഞെടുപ്പുകളിലും CPM പ്രതിനിധിക്കായിരുന്നു അവിടെ വിജയം. നിലവിൽ CS കുഞ്ഞമ്പുവാണ് ഉദുമയെ പ്രതിനിധീകരിക്കുന്ന LDF-ന്റെ MLA. കുഞ്ഞമ്പുവിനെതിരെ കൃത്യമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ഉദുമയിൽ അമൃതയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കഴിയും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതോടൊപ്പം ഉദുമയ്ക്കപ്പുറത്തേക്ക് വടക്കൻ കേരളത്തിൽ മുഴുവൻ അത് അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കുന്നതിന് അമൃതയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെയൊക്കെ സഹായത്തോടെയാണ് സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് UDF-ന്റെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അമൃതയെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞാൽ പ്രാദേശികമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. നവകേരള സർവേ റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ അതിവേഗ നീക്കവുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. വിധി വന്ന് 24 മണിക്കൂറിനുള്ളിലാണ് സർക്കാർ അപ്പീൽ നൽകിയത്. സർവേ എന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നും അതിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നുമാണ് അപ്പീലിലെ പ്രധാന വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് 90 ദിവസം പൂർത്തിയായത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാകാൻ സാധ്യതയില്ല. ഇന്ത്യ AI വിപ്ലവത്തിന്റെ ഭാഗം മാത്രമല്ല, മറിച്ച് അതിനെ നയിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും സന്തോഷം എന്ന പ്രമേയത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. AIയെ ജനാധിപത്യവൽക്കരിക്കുക, എല്ലാവരെയും ഉൾക്കൊണ്ട് AI വികസിപ്പിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപനം. आज असली प्रश्न यह नहीं कि भविष्य में आर्टिफिशियल इंटेलिजेंस क्या कर सकती है. प्रश्न ये है कि वर्तमान में हम आर्टिफिशियल इंटेलिजेंस के साथ क्या करते हैं. ऐसे प्रश्न मानवता के सामने पहले भी आए हैं. सबसे सशक्त उदाहरण है न्यूक्लियर पावर. हमने उसका डिस्ट्रक्शन भी देखा है और सकारात्मक कंट्रीब्यूशन भी देखा है. AI भी एक ट्रांसफॉर्मेटिव पावर है. दिशाहीन हुई तो डिसरप्शन, सही दिशा मिली तो सॉल्यूशन. AI को मशीन सेंट्रिक से ह्यूमन सेंट्रिक कैसे बनाएं, संवेदनशील और उत्तरदायी कैसे बनाएं, यही इस ग्लोबल AI इंपैक्ट समिट का मूल उद्देश्य है. साथियों, भारत AI को किस दृष्टि से देखता है, उसका स्पष्ट प्रतिबिंब इस समिट की थीम में है. सर्वजन हिताय, सर्वजन सुखाय.
എ ശതകോടീശ്വരന്മാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനാവില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. Uphold human rights and prevent misuse, and to advance our common safety measures, the foundation of interoperability. That builds trust across borders for regulators and businesses, and trust and turns compatibility into opportunity. Your discussions here will culminate in the global dialogue, but without investment, many countries will be locked out of the AI age. AI must be accessible to everyone. That is why, encouraged by the General Assembly of the United Nations, I'm calling for a global fund on AI to build basic capacity in developing countries. Skills, data, affordable computing power, and inclusive ecosystems. Our target is $3 billion. That is less than 1% of the annual revenue of a single tech company. റിലയൻസുമായി ചേർന്ന് ജിയോ 7 വർഷത്തിനുള്ളിൽ 10 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് തലവൻ മുകേഷ് അംബാനി പറഞ്ഞു. ഉച്ചകോടിയിൽ ഇക്കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചു. മൊബൈൽ ഡാറ്റയിൽ ചെയ്തതുപോലെ എഐയിലും വിപ്ലവം സൃഷ്ടിക്കുമെന്നും അംബാനി പറഞ്ഞു. Will make intelligence truly ambient, as effortless and as natural as human conversations. Through Jio Hotstar, AI will multiply Indian creativity with multilingual storytelling. We will popularize India's rich cultural heritage with futuristic technology, enhancing India's soft power globally. Friends, this inaugural Global AI Impact Summit in India has received a massive response. What does that show? It shows that AI is now becoming a people's movement worldwide. The success of this movement hinges critically on global cooperation and not polarization. Be it chips or rare earths, AI works its magic through sharing, not hoarding, through collaborations, not conflicts. The unique strength of India is that India serves as the vital bridge connecting the global south and the global north. After all, south or north, east or west, all of us have only one earth, one family, and one future. Today, at this summit, let us all pledge to transform this noble aspiration into reality using the most powerful gift of the human mind, AI. Let us combine intelligence with empathy, and let us build a better future for all. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ, സ്പെയിൻ പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ് തുടങ്ങി ലോക നേതാക്കളും സാങ്കേതിക മേഖലയിലെ ഒന്നാം നിര കമ്പനികളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വിജയകാന്തിന്റെ DMDK മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK സഖ്യത്തിലേക്ക്. DMDK നേതാവ് പ്രേമലത വിജയകാന്ത് DMK ആസ്ഥാനത്ത് സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വരെ DMDK BJP സഖ്യത്തിന്റെ ഭാഗമാകുന്നു എന്ന തരത്തിലായിരുന്നു സൂചനകൾ. സ്റ്റാലിന്റെ ദൂതനായി മുതിർന്ന മന്ത്രി EV വേലു നടത്തിയ നീക്കങ്ങളാണ് DMDKയെ DMK സഖ്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് സൂചന. கூட்டணி அமைக்க போறீங்கன்னு பத்திரிகையாளர்களாகிய நீங்கள் தொடர்ந்து கேட்டுக்கிட்டே இருந்தீங்க. அதற்கான விடை இன்றைக்கு அறிவிச்சாச்சு. தேசிய முற்போக்கு திராவிட கழகமும் திராவிட முன்னேற்ற கழகமும் இன்றையிலிருந்து நம்ம கூட்டணியை உறுதி செய்திருக்கிறோம். இந்த கூட்டணி நான் எப்பவும் சொல்றது போல எங்க கழக மாவட்ட செயலாளர்கள், நிர்வாகிகள், தொண்டர்கள் விருப்பம் இந்த முறை திமுகவுடன் கூட்டணி வைக்க வேண்டும் என்பதுதான். அந்த வகையில எங்க கழகத்தை சேர்ந்தவர்கள் விரும்பிய இந்த கூட்டணியை கேப்டன் இல்லாத இந்த நேரத்தில் அமைஞ்சிருக்கிறது. கேப்டன் 2016 இந்த கூட்டணி அமைய வேண்டியது. கலைஞர் ஐயா பழம் நழுவி பால்ல விழுப்போகுதுன்னு சொன்னாரு. ஆனா 10 வருஷம் கழிஞ்சு தாமதமாக இன்றைக்கு இந்த கூட்டணி உறுதியாகி இருக்கிறது என்பதை இந்த நேரத்தில் நான் மகிழ்ச்சியோடு தெரிவித்துக் கொள்கிறேன்.
ഇറാനെതിരെ സൈനിക നടപടിക്ക് തുടക്കമിടാൻ ഒരുങ്ങിയ അമേരിക്ക ഈ ആഴ്ച അവസാനം ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നീക്കം. ട്രംപിന്റെ അന്തിമ അനുമതിക്ക് കാത്ത് സൈനിക നേതൃത്വം ഇപ്പോൾ നിൽക്കുകയാണ്. വിനോദ്, ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം. അതിന് ട്രംപ് അനുമതി നൽകണമെന്നത് മാത്രം. JD വാൻസ് അടക്കം ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ആ മേഖലയിലെ വിവരങ്ങൾ? ഏത് നിമിഷവും യുദ്ധം എന്ന ഒരു പ്രതീതി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതുവരെ അമേരിക്ക ഇറാൻ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ആണവ വ്യാപനം അല്ലെങ്കിൽ ഈ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ധാരണയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇറാൻ്റെ ആണവ നിർവ്യാപനമാണ്. അതൊരിക്കലും ഖമേനി ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നില്ല. അമേരിക്കയുടെ തിട്ടൂരം അനുസരിക്കാൻ വയ്യ എന്ന നിലയിൽ തന്നെയാണ് ജനീവയിലാണ് ചർച്ച തുടരുന്നത്. അമേരിക്കയുടെ വിദേശകാര്യ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ചർച്ചയിൽ എന്താണോ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇറാൻ്റെ ലക്ഷ്യം, ഈ രണ്ട് ലക്ഷ്യങ്ങളും രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന നിലയ്ക്കുള്ള സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഇറാൻ ഇപ്പോൾ റഷ്യയുമായുള്ള ഒരു സഖ്യത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിയിരുന്നു. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ്. തൊട്ടു പിന്നാലെയാണ് റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ സുയസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചാൽ അത് ഇറാൻ്റെ മേലുള്ള ആക്രമണം മാത്രമായി മാറില്ല എന്നാണ് ഖമേനി പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. മാത്രമല്ല വെനസ്വേലയിൽ നേരത്തെ അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടായിരുന്നു. അവിടെ വളരെ എളുപ്പത്തിൽ തന്നെ വെനസ്വേലൻ പ്രസിഡന്റിനെ ബന്ദിയാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇറാനിൽ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടാവുക. മറിച്ച് വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് മേലുണ്ടാകും. അമേരിക്കയുടെ പടക്കപ്പലുകളെ മുക്കാൻ ശേഷിയുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് ഖമേനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ വിമാനവാഹിനി കപ്പലുകൾ, ലോകത്തെ ഏറ്റവും വലിയ 2 കപ്പലുകൾ അവിടെ തുടരുന്നു, ഇറാൻ്റെ തീരത്ത് തുടരുന്നു. ടെഹ്റാനിലടക്കം ആക്രമണം നടത്താനുള്ള സന്ദേശം ലഭിച്ചാൽ ഉടൻ യുദ്ധമെന്ന നിലയ്ക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ആയുധ ശേഖരവുമായി 150ഓളം ചരക്ക് വിമാനങ്ങളാണ് ഇറാൻ തീരത്തേക്ക് എത്തിയത്. അമേരിക്കയും അവിടെ സൈനിക അഭ്യാസം നടത്തുകയാണ്. ട്രംപിൻ്റെ നേരത്തെ തന്നെയുള്ള മുന്നറിയിപ്പാണ് ഈ ആണവ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ പാലിക്കണമെന്നത്. ആ തരത്തിൽ ഒരു സമവായത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഒത്തുതീർപ്പിലേക്ക് പോകുന്ന നിലയിലേക്കോ അല്ല സാഹചര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും യുദ്ധം എന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി തന്നെയാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാൻ കാനഡ കഴിഞ്ഞ വർഷം മാത്രം 2500 ഇന്ത്യക്കാരെ കാനഡ പുറത്താക്കി എന്നാണ് റിപ്പോർട്ട്. നിലവിൽ നടപടികൾ തുടരുന്ന 29,542 കേസുകളിൽ 6,515 എണ്ണം ഇന്ത്യക്കാരുടേതാണ്. 2025 ആദ്യ 10 മാസങ്ങളിൽ 18,500 പേരെ കാനഡ രാജ്യത്ത് നിന്ന് പുറത്താക്കിയതായാണ് കണക്കുകൾ. കാനഡ ബോർഡർ സർവീസ് ഏജൻസി പുറത്തുവിട്ട കണക്കാണിത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതും അഭയാർത്ഥി അപേക്ഷകളിലെ നിയമലംഘനങ്ങളുമാണ് പ്രധാനമായും പുറത്താക്കലിന് കാരണമായത്. പുറത്തായവരിൽ ഭൂരിഭാഗവും അഭയാർത്ഥി മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാജ്യത്ത് എത്തിയവരാണ്. പുറത്താക്കിയവരിൽ 1-ാം സ്ഥാനത്തുള്ളത് മെക്സിക്കോ ആണ്, 2-ാം സ്ഥാനത്ത് ഇന്ത്യയും. ദ കേരള സ്റ്റോറിയുടെ 2-ാം ഭാഗത്തിന്റെ ട്രെയിലറിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും പ്രതികരണവുമായി രംഗത്ത്. ആദ്യ ഭാഗം തള്ളിക്കളഞ്ഞതുപോലെ 2-ാം ഭാഗവും ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നിങ്ങൾ തീർക്കുന്ന വെറുപ്പിന്റെ കമ്പോളത്തിൽ കേരള ജനത സ്നേഹത്തിന്റെ കട തുറക്കുക ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ദ കേരള സ്റ്റോറി എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ വിഭാഗത്തിൽ തന്നെ കേരളത്തിലെ ജനത ഒട്ടാകെ തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ 2-ാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവാണ്. ഫെബ്രുവരി 27-ാം തീയതി ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ കഥയല്ല എന്ന് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിറങ്ങുന്ന മലയാളികളും പൊതുസമൂഹവും ഒട്ടാകെ തന്നെ പറയുന്നത്. ഇപ്പോഴിതാ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ സിനിമയുടെ ട്രെയിലറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കേരളത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ നടക്കില്ല എന്നും കേരള സ്റ്റോറി എന്ന സിനിമ പരാജയപ്പെട്ടതുപോലെ തന്നെ കേരള സ്റ്റോറിയുടെ 2-ാം ഭാഗവും പരാജയപ്പെടുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിൻ്റെ 1-ാം ഭാഗം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്.
രണ്ടാം ഭാഗത്തിലും ആ നിലപാട് തന്നെ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം നേടിയ നേട്ടങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തിന്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളല്ല. അതിന്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ചില കണ്ടന്റുകൾ സിനിമാ മേഖലയിലൂടെ ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. ഒന്നാം ഭാഗം എങ്ങനെ പോയോ അതുപോലെ തന്നെ രണ്ടാം ഭാഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തെ അപമാനിക്കാനും വർഗീയമായി ചേരിതിരിക്കാനും ലക്ഷ്യമിട്ടുള്ള കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗവുമായി സംഘപരിവാർ അജണ്ട വീണ്ടും തലപൊക്കുകയാണെന്നും യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത നുണക്കഥകൾ ആവിഷ്കരിച്ച് സൗഹാർദ്ദത്തിന്റെ ഈ നാടിനെ പറ്റി ലോകമെമ്പാടും തെറ്റിദ്ധാരണ പരത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നുമാണ് KC വേണുഗോപാൽ കുറിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി അവസാനത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് നുണകൾ മാത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ആദ്യ ഭാഗത്തിന് ദേശീയ അവാർഡ് ഉൾപ്പെടെ നൽകി ആദരിച്ച BJP ഭരണകൂടമാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഒരു ജനതയെ ഒന്നാകെ അപഹസിക്കുന്ന വ്യാജ സൃഷ്ടികളെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന ഇത്തരം നുണക്കഥകൾ കൊണ്ട് കേരളത്തിന്റെ മതേതര മനസ്സിനെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ വെറുപ്പിന്റെ കമ്പോളത്തിൽ കേരള ജനത സ്നേഹത്തിന്റെ കട തുറക്കുക തന്നെ ചെയ്യുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായും സാമൂഹിക മേഖലയിൽ നിന്നും ഒട്ടാകെ തന്നെ കേരള സ്റ്റോറി 2-നെതിരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ചിത്രത്തിന്റെ റിലീസ് ഫെബ്രുവരി 27-ാം തീയതി നിൽക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ കേരള ജനത ഒട്ടാകെ തന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ കമന്റ് രൂപേണ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ ചിത്രത്തിനെതിരെ വിമർശനങ്ങളും ഉയരുകയാണ്. വിപുൽ അമൃത്ലാൽ ഷാ ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഇതിന്റെ ആദ്യ ഭാഗം സംവിധാനം ചെയ്ത സുദീപ്തോ സെൻ ഈ ചിത്രത്തിന്റെ ഭാഗമല്ല. ഈ സിനിമയ്ക്ക് ആദ്യ ഭാഗത്തിൽ 2 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. മികച്ച സംവിധായകനും മികച്ച സിനിമാറ്റോഗ്രഫിക്കും ഈ അവാർഡ് കിട്ടിയിരുന്നതാണ്. ഇനി രണ്ടാം ഭാഗം വരുമ്പോഴേക്കും ഈ അജണ്ടയുടെ ഭാഗമായിട്ട് അവാർഡുകൾ ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുമോ എന്നതും ട്രോൾ രൂപേണയും ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ചിത്രം ഫെബ്രുവരി 27-ന് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിൻ്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് UA 16+ ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന് എന്തുകൊണ്ട് സെൻസർ കട്ട് വന്നിട്ടില്ല എന്നുള്ള ചോദ്യം സെൻസർ ബോർഡിനെതിരെയും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ചിത്രത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ബീഫ് വിളമ്പിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ തന്നെ പോസ്റ്റുമായിട്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ സമരം ഘടിപ്പിച്ചതോടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. OP ഡ്യൂട്ടി അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചതിന് പുറമെ ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. അധ്യാപനം മുടങ്ങിയതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. സമരം തുടരുന്ന ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തി. ഡോക്ടർമാരുടെ സമരം അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരമടക്കം തുടരുന്നതിനിടയിലാണ് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നടത്തിക്കൊണ്ട് മറ്റ് മുൻകൂർ നിശ്ചയിച്ച ശസ്ത്രക്രിയകളടക്കം മാറ്റിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഡോക്ടർമാരെ സമരം കടുപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ സമരം ആരംഭിച്ചത്. പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളമുള്ള ഡോക്ടർമാരെ സമരരംഗത്തുള്ളത്. കാരണം ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പുതിയ തസ്തികകൾ ഉണ്ടാക്കുക, അതിനൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം, വർഷങ്ങളായി മുറയും കിടക്കുന്ന ശമ്പള പരിഷ്കരണവും മറ്റും അതിലടക്കം സർക്കാരിന്റെ തീരുമാനം ഉടനടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതിനൊപ്പം തന്നെ പുതിയ മെഡിക്കൽ കോളേജുകളും ഒപ്പം ജില്ലാ ആശുപത്രികളും വരുമ്പോഴും തസ്തികകൾ പുതിയ സൃഷ്ടിക്കാത്തത് ഇപ്പോൾ നിലനിൽക്കുന്ന സർവീസിൽ തുടരുന്ന ഡോക്ടർമാർക്ക് അധിക ജോലിഭാരം സൃഷ്ടിക്കുന്നു എന്നടക്കം ഡോക്ടർമാർ ആരോപിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ശമ്പള പരിഷ്കരണവും മറ്റ് ആവശ്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാസങ്ങളായി തുടരുന്ന ഈ ഒരു സമരത്തിൽ പലതവണ ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായി അടക്കം ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അതിലൊന്നും സമവായമായില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ OP ബഹിഷ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ 4 ദിവസമായി സമരം തുടരുന്നത്. അതിനിടയിലാണ് വീണ്ടും സമരം ഘടിപ്പിച്ചുകൊണ്ട് ശസ്ത്രക്രിയകൾ അതായത് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികളും മറ്റും വലഞ്ഞിരിക്കുകയാണ്. കാരണം കൃത്യമായി ഡേറ്റ് നൽകി വളരെ കാലം കാത്തുനിന്നിട്ടാണ് സാധാരണക്കാർക്ക് ഈ ഒരു ശസ്ത്രക്രിയക്ക് അടക്കം ഡേറ്റ് കിട്ടി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അന്നേ ദിവസം ഈ ഒരു സമരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ രോഗികൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഡോക്ടർമാരുടെ സംഘടനയുമായി ചേർന്ന് വീണ്ടും ചർച്ച ആലോചനയിലുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം അറിയിക്കുന്ന വിഷയം. ഇന്ന് ഈ ഒരു PG ഡോക്ടർമാർ അടക്കം ഈ ഒരു സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സമരരംഗത്തേക്ക് എത്തിയിട്ടില്ല. ഇന്ന് ഡോക്ടർമാർ ഈ ഒരു സെക്രട്ടേറിയറ്റത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നു എന്നൊരു വാദം സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിൽ ന്യായമില്ല. ഇതിൽ സർക്കാരിന്റെ നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന ന്യായം. അതിൽ തന്നെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ രോഗി
പരിചരണവും ഒപ്പം ശസ്ത്രക്രിയയും മുടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിൽ ആരോഗ്യവകുപ്പ് പെട്ടെന്ന് തന്നെ ഇതിൽ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന് പരാതി. 14-കാരന്റെ ഒടിഞ്ഞ കൈക്ക് 2.5 മാസം ചികിത്സ നൽകി. ഒടുവിൽ കൈ വളഞ്ഞുപോയെന്ന് കുടുംബം അറിയിച്ചു. കോന്നി അരുവാപ്പുലം സ്വദേശികളുടെ മകൻ തൻസീറിനാണ് ദുരവസ്ഥ. സ്വകാര്യ ആശുപത്രിയിൽ കൈക്ക് വീണ്ടും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. കോന്നി അരുവാപ്പുലം സ്വദേശികളായ ദമ്പതികളാണ് മകൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോന്നി മെഡിക്കൽ കോളേജിനെതിരെ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. 14 വയസ്സുകാരനായ തൻസീറിൻ്റെ കൈപ്പത്തിക്ക് ഒടിവ് സംഭവിച്ച് കോന്നി മെഡിക്കൽ കോളേജിൽ 2.5 മാസം മുമ്പ് ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ഈ കൈപ്പത്തിയിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. പക്ഷേ 2.5 മാസത്തിന് ശേഷം ഈ പ്ലാസ്റ്റർ എടുത്തതിന് ശേഷം കൈപ്പത്തി വളഞ്ഞ സ്ഥിതിയിലേക്ക് മാറുന്ന രീതിയിൽ, പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാത്ത രീതിയിലല്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. അതാണ് കോന്നി മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടെന്ന് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. കൈ ഇപ്പോൾ ഈ തൻസീറിൻ്റെ കൈ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. കൈ നോക്കാൻ കഴിയാത്ത രീതിയിൽ വളഞ്ഞിരിക്കുന്ന രീതിയിലാണ്. തുടർന്ന് കുടുംബം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയെ ആണ് ആശ്രയിച്ചത്. അവിടെ ശസ്ത്രക്രിയ നടത്തി ചികിത്സിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായെന്നാണ് തൻസീറിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. കോന്നി പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വിവരവുമായി ബന്ധപ്പെട്ട് കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അത്തരത്തിൽ സംഭവമില്ല, അതൊക്കെ ഒരുപക്ഷേ സ്വാഭാവികമായ നടപടി എന്ന നിലയ്ക്ക് മാത്രം വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്ന രീതിയാണ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായത്. എന്തായാലും ഈ 14 വയസ്സുകാരൻ്റെ കൈ അത് ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ ഇരുന്നതുപോലുള്ള കൈ ഇപ്പം വളഞ്ഞ ഒരു സ്വാധീനക്കുറവ് കൂടി അതിനുണ്ടായിരിക്കുന്നു. എന്തായാലും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇടപെടൽ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായില്ല, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തൻസീറിൻ്റെ 14 വയസ്സുകാരനാണ് തൻസീറിൻ്റെ പിതാവും മാതാവും ഇപ്പോൾ കോന്നി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിലാണ് പിന്നീട് തൻസീറിനെ ചികിത്സിക്കുകയും ഈ ചികിത്സാ പിഴവ് കൈക്ക് നേരെയാക്കുന്ന ചികിത്സയൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പിന്നെ കുടുംബം പോയിട്ടുള്ളത്. ഏതായാലും നടപടി വേണമെന്നാണ് ഈ തൻസീറിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. മലപ്പുറത്ത് പോക്സോ കേസ് ഇരയുടെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. 2024 ഫെബ്രുവരി 19-നായിരുന്നു എടവണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച കരാട്ടെ അധ്യാപകനെതിരെ മൊഴി നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ പുഴയിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഈ മുൻധാരണയോടുകൂടി, അതായത് ഇത്തരത്തിലൊരു പരാതി കൊടുത്ത ഒരു കുട്ടി ഇങ്ങനൊരു സാഹചര്യത്തിൽ മരിച്ചിട്ടും ആത്മഹത്യ ആക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്നും ഇതിന് പിറകിലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോടതിയെ സമീപിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്? ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കേസിൻ്റെ ഈ പോക്സോ കേസിൽ പ്രതിയായ അയാളിപ്പോഴും റിമാൻഡിലാണ്. ആ കേസിൽ ഈ പോക്സോ പരാതിയിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതിൽ അവർ പോക്സോ കുറ്റപത്രം കൊടുത്തിട്ടാണുള്ളത്. അതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും 2 കേസായിട്ടാണ് കോടതിയിൽ പോയത്. പിന്നെ ഒരുപാട് കേസുകൾ അനിയത്തിയുടെ മരണശേഷം അയാൾക്ക് വന്നതുകൊണ്ട് പിന്നീട് സുപ്രീം കോടതിയൊക്കെ അയാളുടെ ജാമ്യം തള്ളിയത്. അങ്ങനെ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് അയാളിപ്പോഴും അകത്ത് ജയിലിൽ ഉണ്ട്. കുടുംബത്തിന് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത് കാര്യത്തിലൊരു നീതി ലഭിക്കണം, അതിന് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്. 1-ാമത്തെ ദിവസം മുതൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതെല്ലാം എന്തിനാണ് ഇത്രയും നിർബന്ധപൂർവം ഇതിനൊക്കെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UGS ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ മലപ്പുറം കോട്ടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ധ്യാൻ ശ്രീനിവാസനും മലപ്പുറം MLA P. ഉബൈദുള്ളയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നിർവഹിച്ചു. മറ്റ് ജനപ്രതിനിധികളും വ്യാപാരി നേതാക്കളും ആശംസകൾ അർപ്പിച്ചു. വിശ്വാസത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ പ്രവർത്തനമാണ് UGSന്റെ വിജയമെന്ന് CMD അജിത്ത് പാലാട്ട് പറഞ്ഞു.
ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് UGS ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറത്തിൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഇനി ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ എന്നുള്ളൊരു ക്യാമ്പയിനും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വളരെ വ്യത്യസ്തമായി ഞങ്ങൾ ഒരു ക്യാമ്പയിൻ കൂടി ഞങ്ങൾ ചെയ്തിരുന്നു. UGSനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുന്നവർക്കും, ഉദ്ഘാടന ദിവസം നമ്മുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുന്നവർക്കും, നമ്മുടെ കസ്റ്റമേഴ്സിനും, അതോടൊപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന FB ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നമ്മളൊരു iPhone 17 സമ്മാനമായിട്ട് ലക്കി ഡ്രോയിൽ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം ഞങ്ങളുടെ നല്ല നല്ല സ്കീമുകൾ ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഗോൾഡ് ലോണുകൾ 4%, അതോടൊപ്പം 7%, അതോടൊപ്പം മാർക്കറ്റ് റേറ്റിൻ്റെ ഏകദേശം 90% നമ്മൾ ഗോൾഡിൻ്റെ റേറ്റ് നമ്മൾ ലെൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിയിൽ ആകർഷകമായ റിട്ടേൺസ് ഞങ്ങൾ ഈ വേളയിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കിഫ്ബി വൻതുക ചിലവഴിച്ചുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററും എറണാകുളം ജനറൽ ആശുപത്രിയും വികസന നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. കിഫ്ബി വഴി 385 കോടി രൂപ ചെലവഴിച്ചാണ് ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം. 76.5 കോടി രൂപയാണ് എറണാകുളം ജനറൽ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനായി ചെലവഴിച്ചത്. സൗകര്യങ്ങളുടെ കാര്യത്തിൽ സ്വകാര്യ മേഖലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്നതാണ് കൊച്ചിൻ ക്യാൻസർ സെന്റർ. കിഫ്ബി വഴി 385 കോടി രൂപ ചെലവഴിച്ചാണ് ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്റർ പൂർത്തീകരിച്ചത്. 4 ബ്ലോക്കുകളിലായി 6 മുതൽ 9 നിലകളിലായിട്ടാണ് ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 100 കിടക്കകളാണ് സജ്ജമാക്കിയത്. ICU ഉൾപ്പെടെ 451 കിടക്കകളാണ് CCRC ലക്ഷ്യമിടുന്നത്. അത്യാധുനിക സ്കാനിംഗ്, എക്സ്റേ, റേഡിയേഷൻ ഉപകരണം എന്നിവ സജ്ജമാക്കി. 16 ലിഫ്റ്റുകൾ, അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, 550 കാറുകൾക്ക് പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. മറ്റ് ക്യാൻസർ സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ചികിത്സയോടൊപ്പം ക്യാൻസർ ഗവേഷണവും ലക്ഷ്യമിടുന്നു. ഗവേഷണ ആവശ്യങ്ങൾക്കായി മാത്രം 10,000 ചതുരശ്ര അടി സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ട്. ക്യാൻസർ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കും പ്രത്യേക ഇടമുണ്ട്. സെന്റർ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതിന്റെ ഭാഗമായി 91 സ്ഥിരം തസ്തികകളും 68 കരാർ തസ്തികകളുമാണ് പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതോടെ ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരുടെ വലിയൊരു നിര തന്നെ സെന്ററിൽ ലഭ്യമാകും. മധ്യ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ക്യാൻസർ സെന്റർ എന്നുള്ളത്. കൊച്ചി ക്യാൻസർ സെന്റർ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് 18-ൽ കല്ലിട്ടു. ഇപ്പോൾ അതിവേഗതയിൽ പ്രവർത്തനം നടത്തി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഏകദേശം 406 കോടി രൂപയാണ് എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവായിട്ടുള്ളത്. സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കായി 12 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഗവേഷണ ആവശ്യങ്ങൾക്ക് മാത്രമായ കെട്ടിടത്തിൽ 10,000 ചതുരശ്ര അടി സ്ഥലമാണ് നീക്കിവെച്ചിട്ടുള്ളത്. 12.1 ഏക്കർ ഭൂമിയിലാണ് CCRC കെട്ടിടമുയർന്നിട്ടുള്ളത്. 550 കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 6.32 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി എഡ്ജ് സർട്ടിഫിക്കറ്റ് നേടിയ കെട്ടിടമാണ് CCRCയുടേത്. ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സോളാർ വഴിയാണ് ലഭിക്കുക. 500 കിലോവാട്ട് വൈദ്യുതിക്കുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2021 ഉദ്ഘാടനം ചെയ്ത എറണാകുളം ജനറൽ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കിഫ്ബി സഹായത്തോടെ 76.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. 70,000 ചതുരശ്ര അടിയിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം. 8 നിലകളിലായി വിവിധ സജ്ജീകരണങ്ങളാണ് ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. 161 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. 6 ഓപ്പറേഷൻ തിയേറ്ററുകൾ, തീവ്രപരിചരണ വിഭാഗങ്ങൾ, വാർഡുകൾ, എൻഡോസ്കോപ്പി യൂണിറ്റ്, 8 OP യൂണിറ്റുകൾ എന്നിവ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലുണ്ട്. 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കിഫ്ബിയുടെ 74 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഈ ആശുപത്രി യാഥാർത്ഥ്യമായി. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പരമാവധി പ്രവർത്തനം സജ്ജമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് നടത്തിയ വിവിധങ്ങളായ പ്രവർത്തന ഭാഗമായിട്ടാണ് 2021 ആദ്യമായിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ മാറ്റിമറിക്കപ്പെടുന്നത്. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഇപ്പോൾ നിലവിൽ 7 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ നിലവിലുണ്ട്. അത് 7 വ്യത്യസ്തമായ സമഗ്രമായിട്ട് സങ്കീർണമായ കാര്യങ്ങൾ, ശസ്ത്രക്രിയകളും അനുബന്ധ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ സംവിധാനമായിട്ട് മാറി. ഇതിലെ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുവാൻ സജ്ജമാക്കിയിരിക്കുന്നത്.
5 കാർഡിയോളജി, കാർഡിയോ തൊറാസിക് സർജറി, യൂറോളജി, നെഫ്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി തുടങ്ങിയ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ഈ ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഡിയോ തൊറാസിക് സർജൻ ഉൾപ്പെടെ 25 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും നിയമനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻകെല്ലിനായിരുന്നു ഇരു പദ്ധതികളുടെയും നിർമ്മാണ ചുമതല. ന്യൂസ് 18 കൊച്ചി. ഇതോടെ പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ് കാണാം. TG സജിത്ത് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.